എല്ലാവർക്കും റിംസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കോംപ്ലക്സിൻ്റെ ലാസ്റ്റ് ക്ലാസ് ആണ്. ഇതിൽ നമ്മൾ റെസിഡ്യൂ എന്താണെന്നാണ് പറയുന്നത്. റെസിഡ്യൂ വെച്ച് നമുക്ക് എങ്ങനെ ഇൻ്റഗ്രേഷൻ വാല്യൂസ് കണ്ടുപിടിക്കാം എന്നുള്ളതാണ് നോക്കുന്നത്. നമ്മൾ കോഷീസ് ഇൻ്റഗ്രൽ തിയറം പറഞ്ഞു, അതുപോലെ തന്നെ ഇൻ്റഗ്രൽ ഫോർമുലയും പറഞ്ഞു. പക്ഷേ അതിനേക്കാളും എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? റെസിഡ്യൂ തിയറം വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ആ സെയിം ടൈപ്പ് പ്രോബ്ലം ഇങ്ങനെയും കണ്ടുപിടിക്കാം. അപ്പോൾ ഇതായിരിക്കും ഇത്തിരി കൂടി എളുപ്പം എന്ന് തോന്നുന്നു. അപ്പം ഈ ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കൂടുതൽ പ്രോബ്ലംസ് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, നമുക്ക് കുറച്ച് പ്രോബ്ലംസും കൂടി അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് റെസിഡ്യൂ എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് ഇസഡ് ഇസഡ് ഇക്വൽ ടു എ എന്ന് പറയുന്നത് ഒരു ഐസൊലേറ്റഡ് സിംഗുലാർ പോയിന്റ് ആണെങ്കിൽ നമുക്കതിനെ ഒരു ലോറന്റ് സീരീസ് എക്സ്പാൻഷൻ എഴുതാമെന്ന് പറഞ്ഞു, അല്ലേ? ഇതായിരുന്നു ആ ലോറന്റ് സീരീസ് എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. ഇനി റെസിഡ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലോറന്റ് സീരീസ് എക്സ്പാൻഷനിലെ 1/z-a കോയിഫിഷ്യൻ്റ് ഏതാണോ അതിനെയാണ് നമ്മൾ റെസിഡ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഡയറക്റ്റ് നമുക്ക് ലോറന്റ് സീരീസ് എക്സ്പാൻഷനിൽ നിന്ന് റെസിഡ്യൂ കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? 1/z-a കോയിഫിഷ്യൻ്റ് ഏതാണോ അതായിരിക്കും എന്ത് റെസിഡ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ 1/z² പ്ലസ് 2/z പ്ലസ് 3 പ്ലസ് ഇസഡ് പ്ലസ് z² പ്ലസ് എക്സെട്ര എന്ന് പറഞ്ഞ് പോവുകയാണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? ഇസഡ് ഇക്വൽ ടു 0യുടെ റെസിഡ്യൂ എന്തായിരിക്കും? 1/z കോയിഫിഷ്യൻറ്റ്. 1/z കോയിഫിഷ്യൻ്റ് എന്ന് പറയുന്നത് ഇവിടെ ഏതാണ്? 2 ആണ്. സോ 2 ആയിരിക്കും എന്ത് അതിൻ്റെ റെസിഡ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ നമുക്ക് ലോറന്റ് സീരീസ് എക്സ്പാൻഷൻ വെച്ച് ഡയറക്റ്റ് പറയാം. ഇനി അതല്ലെങ്കിൽ നമുക്ക് കുറച്ച് ഇക്വേഷൻസ് ഉണ്ട്, ആ ഇക്വേഷൻസ് വെച്ച് പറയാൻ പറ്റും. ഓക്കെ, അപ്പം റെസിഡ്യൂ തിയറം പറയണതെന്ന് പറഞ്ഞാൽ എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് അനലിറ്റിക് അറ്റ് ഓൾ പോയിന്റ്സ് ഇൻസൈഡ് ആൻഡ് ഓൺ എ സിമ്പിൾ ക്ലോസ്ഡ് കർവ് സി എക്സെപ്റ്റ് അറ്റ് എ ഫൈനൈറ്റ് നമ്പർ ഓഫ് ഐസൊലേറ്റഡ് സിംഗുലാർ പോയിന്റ്സ് വിത്തിൻ സി. അങ്ങനെയാണെങ്കിൽ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 2πi ഇൻറ്റു സം ഓഫ് റെസിഡ്യൂസ് അറ്റ് സിംഗുലാർ പോയിന്റ്സ് വിത്തിൻ സി. അപ്പം ഏതാണോ നമ്മുടെ സർക്കിൾ നമുക്ക് തരുന്നത് ആ സർക്കിളിൻ്റെ ഉള്ളിലുള്ള സിംഗുലാർ പോയിന്റ്സിൻ്റെ എല്ലാം എന്ത് കണ്ടുപിടിക്കുക? റെസിഡ്യൂ കണ്ടുപിടിക്കുക. ദെൻ എന്തായിരിക്കും? 2πi ഇൻറ്റു സം ഓഫ് ഓൾ റെസിഡ്യൂ ആയിരിക്കും എന്ത് നമ്മുടെ ഇൻ്റഗ്രൽ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ റെസിഡ്യൂ കണ്ടുപിടിക്കാം, അതായത് പോളിൻ്റെ കേസിൽ എങ്ങനെ കണ്ടുപിടിക്കാം, അതുപോലെ തന്നെ ഏതാണ് റിമൂവബിൾ സിംഗുലാരിറ്റിയുടെ കേസിൽ എങ്ങനെ കണ്ടുപിടിക്കാം എന്നാണ് നോക്കുന്നത്. അപ്പോൾ നോക്കി, റിമൂവബിൾ സിംഗുലാരിറ്റി നമ്മൾ പറയുമ്പോൾ നമുക്കറിയാം റിമൂവബിൾ സിംഗുലാരിറ്റിയിൽ എന്താണ്? 1/z-a ടേംസ് ഒന്നുമില്ല, അല്ലേ? 1/z-a ടേംസ് ഒന്നുമില്ല. അപ്പം നമ്മൾ പറഞ്ഞിരുന്നു റെസിഡ്യൂ എന്ന് പറയുന്നത് എന്താണ്? 1/z-a കോയിഫിഷ്യൻ്റ് ആണ്. സോ റിമൂവബിൾ സിംഗുലാരിറ്റിയിൽ 1/z-a ടേംസ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് എന്തെന്ന് പറയാം? എപ്പോഴും z ഇക്വൽ ടു a എന്ന് പറയുന്നത് ഒരു റിമൂവബിൾ സിംഗുലാരിറ്റി ആണെങ്കിൽ അതിൻ്റെ റെസിഡ്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം z ഇക്വൽ ടു a എന്ന് പറയണത് ഒരു റിമൂവബിൾ സിംഗുലാരിറ്റി ആണെങ്കിൽ അതിൻ്റെ റെസിഡ്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി എഫ് ഓഫ് ഇസഡിന് z ഇക്വൽ ടു എയിൽ ഒരു സിമ്പിൾ പോൾ ആണെങ്കിൽ റെസിഡ്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? ലിമിറ്റ് z ടെൻഡിങ് ടു a z-a ഇൻറ്റു എഫ് ഓഫ് ഇസഡ് ആയിരിക്കും. അതുപോലെ തന്നെ എഫ് ഓഫ് ഇസഡിന് പോൾ ഓഫ് ഓർഡർ m ആണെങ്കിൽ, പോൾ ഓഫ് ഓർഡർ m ആണ് അറ്റ് z ഇക്വൽ ടു a എങ്കിൽ അതിൻ്റെ റെസിഡ്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? 1/m-1 ഫാക്ടോറിയൽ ഇൻറ്റു ലിമിറ്റ് z ടെൻഡിങ് ടു a d റേസ് ടു m-1 ഡിവൈഡഡ് ബൈ dz റേസ് ടു m-1 ഇൻറ്റു z-a ഓൾ പവർ m ഇൻറ്റു എഫ് ഓഫ് ഇസഡ് ആയിരിക്കും. ഇത് ഇക്വേഷൻ കാണുമ്പോൾ വലുതാണെന്ന് തോന്നും, പക്ഷേ നമ്മൾ ചെയ്തു വരുമ്പം എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. കാരണം ഉറപ്പായിട്ടും എഫ് ഓഫ് ഇസഡിന് എന്തുണ്ട്? ഒരു z-a ഓൾ പവർ m എന്ന് പറയുന്ന ടൈം കാണും. അത് രണ്ടും കട്ടായി പോകുമ്പോൾ പിന്നെ നമുക്ക് ഡെറിവേറ്റീവ് എടുക്കാൻ എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പോൾ അത് പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആയിക്കോളും. നമുക്കൊരു പ്രോബ്ലം തന്നിക്കുവാണ് എഫ് ഓഫ് ഇസഡ് ഇക്വൽ ടു z² ഡിവൈഡഡ് ബൈ z-2. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം z ഇക്വൽ ടു 2 എന്ന് പറയുന്നത് എന്താണ്? ഒരു സിമ്പിൾ പോളാണ്, അല്ലേ? പോൾ ഓഫ് ഓർഡർ 1 ആണ്. സോ നമുക്ക് റെസിഡ്യൂ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? പോൾ ഓഫ് ഓർഡർ 1ൻ്റെ റെസിഡ്യൂ ഏതാണ്? ഈ മെത്തേഡിലാണ് കണ്ടുപിടിക്കുന്നത്, അല്ലേ? എങ്ങനെ വരും? ലിമിറ്റ് z ടെൻഡിങ് ടു 2 z-2 ഇൻറ്റു എഫ് ഓഫ് ഇസഡ്. എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് എന്താണ്? z² ഡിവൈഡഡ് ബൈ z-2 ആണ്. സോ അത് രണ്ടും കട്ടായി പോകും. ഇസഡിന് 2 കൊടുക്കുമ്പോൾ നമുക്ക് എത്ര എന്ന് കിട്ടും? 4 എന്ന് കിട്ടും. സോ റെസിഡ്യൂ അറ്റ് z ഇക്വൽ ടു 2 എന്ന് പറയുന്നത് എത്രയാണ് ഇവിടെ? 4 ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ അത്? നെക്സ്റ്റ് എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് z² ഡിവൈഡഡ് ബൈ z-2 ഓൾ സ്ക്വയർ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് എന്താണ്? z ഇക്വൽ ടു 2 കണ്ടുപിടിക്കേണ്ടത്. ഇത് നോക്കുമ്പോൾ തന്നെ നമുക്ക് പറയാം എന്താണ് ഇതെന്ന് പറയുന്നത്? പോൾ ഓഫ് ഓർഡർ 2 ആണ്, അല്ലേ? പോൾ ഓഫ് ഓർഡർ 2 ആണ്. സോ പോൾ ഓഫ് ഓർഡർ 2 കണ്ടുപിടിക്കാനായിട്ട് ഏത് ഇക്വേഷൻ യൂസ് ചെയ്യണം? ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യണം. അപ്പോൾ നമ്മുടെ റെസിഡ്യൂ എന്ന് പറയുന്നത് എന്ത് വരും? റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് ഇസഡ് അറ്റ് 2 എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ഡിവൈഡഡ് ബൈ 2 - 1 ഫാക്ടോറിയൽ. അത് എത്ര വരും? 1/1 ഫാക്ടോറിയൽ ഇൻറ്റു
ലിമിറ്റ് ഇസഡ് ടെൻഡിങ് ടു 2 അല്ലേ, ലിമിറ്റ് ഇസഡ് ടെൻഡിങ് ടു 2 ഡി റേസ് ടു 2 മൈനസ് 1 ആണ്. സോ ഡി ബൈ ഡി ഇസഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഡി ബൈ ഡി ഇസഡ് ഓഫ് എന്താണ്, ഇസഡ് മൈനസ് 2 സ്ക്വയർ ഇൻറ്റു എന്തെന്ന് വരും, ഇസഡ് സ്ക്വയർ ഡിവൈഡഡ് ബൈ ഇസഡ് മൈനസ് 2 സ്ക്വയർ. ഇത് എഫ് ഓഫ് ഇസഡ് ആണ് അല്ലേ. ഇവിടെ നോക്കിയേ ഡിനോമിനേറ്ററും ഇതും കട്ടായി പോകും. സോ നമുക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മതി, ഇസഡ് സ്ക്വയറിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചാൽ മതി. ഇസഡ് സ്ക്വയറിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്ത് വരും, ലിമിറ്റ് ഇസഡ് ടെൻഡിങ് ടു 2 ഇസഡ് സ്ക്വയറിനെ ഒരു തവണ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും, 2z എന്ന് വരും. എഗെയിൻ ലിമിറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് എന്തെന്ന് വരും, 2 × 2 4 എന്ന് കിട്ടും. ഇതായിരിക്കും എന്ത്, ഈ തന്നിരിക്കുന്ന ഫംഗ്ഷന്റെ റെസിഡ്യൂ അറ്റ് ഇസഡ് ഈക്വൽ ടു 2 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു മെത്തേഡിൽ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, റെസിഡ്യൂ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നമുക്ക് പ്രോബ്ലംസ് നോക്കാം. ഫസ്റ്റ് വൺ, ലെറ്റ് ഗാമ ബി ദ സർക്കിൾ മോഡ് ഇസഡ് ഈക്വൽ ടു 2. അങ്ങനെയാണെങ്കിൽ ഇന്റഗ്രൽ ഇ റേസ് ടു ഇസഡ് മൈനസ് 1 ഡിവൈഡഡ് ബൈ ഇസഡ് മൈനസ് 1 ഡി ഇസഡ് 1/2πi കൂടി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം തന്നിരിക്കുന്ന സർക്കിൾ എന്താണ്, മോഡ് ഇസഡ് ഈക്വൽ ടു 2 ആണ് അല്ലേ. മോഡ് ഇസഡ് ഈക്വൽ ടു 2 എന്ന് പറയുന്ന സർക്കിളാണ്. സോ റേഡിയസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും, 2 ആയിരിക്കും. ഇവിടെ സിംഗുലാർ പോയിന്റ് വരുന്ന എവിടെയാണ്, ഇസഡ് ഈക്വൽ ടു 1 അല്ലേ. ഡിനോമിനേറ്റർ 0 ആകുന്നത് ഇസഡ് ഈക്വൽ ടു 1 സോ 1 എന്ന് പറയുന്നത് എവിടെയാണ്, ഇൻസൈഡ് ആണ് വരുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യണം, 1 റെസിഡ്യൂ കണ്ടുപിടിക്കണം. 1 റെസിഡ്യൂ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും നമുക്ക്, 1 എന്ന് പറയുന്നത് സിമ്പിൾ പോളാണ്. സോ എന്ത് വരും, ലിമിറ്റ് ഇസഡ് ടെൻഡിങ് ടു 1 ഇസഡ് മൈനസ് 1 ഇൻറ്റു എഫ് ഓഫ് ഇസഡ്. എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് എന്താണ്, ഇ റേസ് ടു ഇസഡ് മൈനസ് 1 ഡിവൈഡഡ് ബൈ ഇസഡ് മൈനസ് 1 എന്ന് വരും. സോ ഇവിടെ ഇത് രണ്ടും കട്ടായി പോകും. ഇസഡിന് പകരം 1 കൊടുക്കാം. അപ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും, ഇ മൈനസ് 1 എന്ന് കിട്ടും. സോ നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്താണ്, റെസിഡ്യൂ ആണ്. ഇനി ഇന്റഗ്രൽ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരുന്നു, 2πi ഇൻറ്റു സം ഓഫ് റെസിഡ്യൂ ആണ്. സം ഓഫ് റെസിഡ്യൂ എന്ന് പറയുമ്പോൾ എന്ത് വരും, ഇ മൈനസ് 1 എന്ന് വരും. സോ നമുക്ക് ഫൈനൽ കിട്ടിയിരിക്കുന്ന ഇന്റഗ്രൽ വാല്യൂ എന്ന് പറയുന്നത് ഇതാണ്. പക്ഷെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്, 1/2πi ഇൻറ്റു ഇന്റഗ്രൽ വാല്യൂ ആണ്. സോ 2πയും 2πയും കട്ടായി പോയി നമുക്ക് എന്തെന്ന് വരും, ഇ മൈനസ് 1 എന്ന് കിട്ടും. സോ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ വരുന്നത്, ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, next the value of integral e raised to 2z divided by z minus 1 all raised to 5 where c is the circle mod z equal to 2 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഈ സർക്കിളും ഏത് തന്നെയാണ്, ഒറിജിൻ സെന്ററും 2 റേഡിയസും ആയിട്ടുള്ള സർക്കിളാണ്. സിംഗുലാർ പോയിന്റ് എന്ന് പറയുന്നത് ഏതാണ്, ഇസഡ് ഈക്വൽ ടു 1 ആണ് സിംഗുലാർ പോയിന്റ്. പക്ഷേ ഇവിടെ നോക്കിയേ, ഈ സിംഗുലാർ പോയിന്റ് എന്ന് പറയുന്നത് പോൾ ഓഫ് ഓർഡർ എത്രയാണ്, പോൾ ഓഫ് ഓർഡർ 5 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അല്ലേ. പോൾ ഓഫ് ഓർഡർ 5 ആണ് കിട്ടിയിരിക്കുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യണം, പോൾ ഓഫ് ഓർഡർ 5ന്റെ ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കായിരുന്നു, റെസിഡ്യൂ ഓഫ് എഫ് അറ്റ് 1 എന്ന് പറയുന്നത് എന്താണ്, 1 ഡിവൈഡഡ് ബൈ എം മൈനസ് 1 ഫാക്ടോറിയൽ. എം എന്ന് പറയുന്നത് എത്രയാണ്, ഇവിടെ 5 ആണ്. സോ 5 മൈനസ് 1 4 ഫാക്ടോറിയൽ എന്ന് വരും. ഇൻറ്റു എന്ത് വരും, ലിമിറ്റ് ഇസഡ് ടെൻഡിങ് ടു 1 ഡി റേസ് ടു എം മൈനസ് 1. എം എന്ന് പറയുന്നത് 5 ആണ്. സോ ഡി റേസ് ടു 4 ഡിവൈഡഡ് ബൈ ഡി ഇസഡ് റേസ് ടു 4 ഓഫ് ഏതാണ്, ഇസഡ് മൈനസ് 1 ഓൾ റേസ് ടു 5 ഇൻറ്റു എഫ് ഓഫ് ഇസഡ് അല്ലേ. ഇ റേസ് ടു 2z ഡിവൈഡഡ് ബൈ ഇസഡ് മൈനസ് 1 ഓൾ റേസ് ടു 5 എന്ന് വരും. സോ നമുക്ക് ഇവിടെ ഇത് രണ്ടും കട്ടായി പോകും. ഇനി ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ എളുപ്പമല്ലേ, ഇ റേസ് ടു 2z 4 തവണ ഡിഫറൻഷിയേറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ ഫസ്റ്റ് ടൈം ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും, 2 ഇൻറ്റു ഇ റേസ് ടു 2z എന്ന് വരും. സെക്കൻഡ് ടൈം ചെയ്യുമ്പോൾ എന്ത് വരും, എഗെയിൻ ഒരു 2 വരും, ദാറ്റ് ഈസ് 4 ഇൻറ്റു ഇ റേസ് ടു 2z എന്ന് വരും. ഒരു തവണയും കൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും, 8 ഇൻറ്റു ഇ റേസ് ടു 2z എന്ന് വരും. എഗെയിൻ ഒന്നോടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും, 16 ഇൻറ്റു ഇ റേസ് ടു 2z എന്ന് വരും അല്ലേ. സോ നമുക്ക് എന്തെന്ന് കിട്ടും, 1 ഡിവൈഡഡ് ബൈ 4 ഫാക്ടോറിയൽ ഇൻറ്റു ലിമിറ്റ് ഇസഡ് ടെൻഡിങ് ടു 1 16 ഇ റേസ് ടു 2z എന്ന് കിട്ടും. ഇനി ഇസഡിന് 1 കൊടുക്കുമ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും, 1/4 ഫാക്ടോറിയൽ ഇൻറ്റു 16 ഇ സ്ക്വയർ എന്ന് വരും അല്ലേ. അതായത് 16 ഡിവൈഡഡ് ബൈ 24 ഇ സ്ക്വയർ എന്ന് കിട്ടി. നമുക്ക് പക്ഷേ ഇന്റഗ്രൽ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്തായിരിക്കും, സം ഓഫ് റെസിഡ്യൂസ് ഇൻറ്റു 2πiയും കൂടി വരും അല്ലേ. സോ 2πi ഇൻറ്റു 16/24 ഇ സ്ക്വയർ എന്ന് വരും അല്ലേ. 16ഉം 24ഉം കൂടി പോയാൽ എന്ത് വരും, 2 ഇവിടെ എത്ര വരും, 3 വരും. സോ 2 ഇൻറ്റു 2 4 വരും. ദാറ്റ് ഈസ് 4πi ഇ സ്ക്വയർ ഡിവൈഡഡ് ബൈ 3 എന്ന് കിട്ടും. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്കി, 4π/3i ഇ സ്ക്വയർ. സോ ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് ലെറ്റ് ഗാമ ബി ദ സർക്കിൾ മോഡ് ഇസഡ് ഈക്വൽ ടു 2 ദെൻ 1/2πi ഇൻറ്റു ഇന്റഗ്രൽ ഓർ ഗാമ സൈൻ ഇസഡ് ബൈ ഇസഡ് മൈനസ് π/2 ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഗാമ എന്ന് പറയുന്ന സർക്കിൾ ഏതാണ്,
ഇസഡ് ഈക്വൽ ടു 2 എന്ന് പറയുന്ന സർക്കിളാണ്, മോഡ് ഇസഡ് ഈക്വൽ ടു 2 എന്ന് പറയുന്ന സർക്കിൾ. അപ്പം ഇവിടെ സിംഗുലാർ പോയിന്റ് ഏതാണ്? ഇസഡ് ഈക്വൽ ടു π/2 ആണ്. ഇസഡ് ഈക്വൽ ടു π/2 എന്ന് പറയുമ്പോൾ എത്രയാണ്? പൈ എന്ന് പറഞ്ഞാൽ 3.14, 3.14/2 എന്ന് പറയുമ്പോൾ എന്താണ്? 1 പോയിന്റ് സംതിങ് ആണ് വരുന്നത്. സോ അതെന്തായിരിക്കും? സർക്കിളിന്റെ ഉള്ളിലായിരിക്കും. സോ നമുക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മതി? ഇസഡ് ഈക്വൽ ടു π/2ലെ റെസിഡ്യൂ കണ്ടുപിടിച്ചാൽ മതി. ദാറ്റ് ഈസ് റെസിഡ്യൂ ഓഫ് എഫ് അറ്റ് π/2 എന്ന് പറയുന്നത് എന്ത് വരും? ലിമിറ്റ് z ടെൻഡിങ് ടു π/2 z മൈനസ് π/2 ഇൻറ്റു എഫ് ഓഫ് ഇസഡ്. എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് എന്താണ്? സൈൻ ഇസഡ് ഡിവൈഡഡ് ബൈ z മൈനസ് π/2 എന്ന് വരും. ഇവിടെ ഇത് രണ്ടും കട്ടായി പോകും. ഇസഡിന് π/2 കൊടുക്കുമ്പോൾ എന്ത് വരും? സൈൻ π/2 വരും. സൈൻ π/2ൻ്റെ വാല്യൂ എത്രയാണ്? 1 ആണ്. സോ ഇൻ്റഗ്രൽ വാല്യൂ എന്ന് പറയുന്നത് എന്ത് വരും? 1 ഇൻറ്റു 2πi എന്ന് കിട്ടും. സോ നമുക്ക് എന്തായിരിക്കും വരുന്നത്? 2πi ആയിരിക്കും കിട്ടുന്നത്. പക്ഷേ ഇവിടെ 1/2πi ഇൻറ്റു ആണ് ചോദിച്ചിരിക്കുന്നത്. സോ 2πi വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 1 എന്ന് കിട്ടും. ഓപ്ഷൻ ബി ആയിരിക്കും ഇവിടെ കറക്റ്റായിട്ട് കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് ദ റെസിഡ്യൂ ഓഫ് ഇ റൈസ് ടു ഇസഡ് ഡിവൈഡഡ് ബൈ z മൈനസ് 1 ക്യൂബ് അറ്റ് z ഈക്വൽ ടു 1 ആണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നോക്കിയേ, z ഈക്വൽ ടു 1 എന്ന് പറയുന്നത് എന്താണ്? പോൾ ഓഫ് ഓർഡർ 3 ആണ് അല്ലേ? പോൾ ഓഫ് ഓർഡർ 3 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് റെസിഡ്യൂ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? റെസിഡ്യൂ ഓഫ് എഫ് അറ്റ് 1 എന്ന് പറയുന്നത് എന്തായിരിക്കും? 1/3 മൈനസ് 1 ഫാക്ടോറിയൽ. എത്രയാണ്? 1/2 ഫാക്ടോറിയൽ ഇൻറ്റു ലിമിറ്റ് z ടെൻഡിങ് ടു 1 ഏതാണ്? d റേസ് ടു 2 അല്ലെ? d റേസ് ടു 2 ഡിവൈഡഡ് ബൈ dz റേസ് ടു 2 ഇൻറ്റു എന്ത് വരും? z മൈനസ് 1 ക്യൂബ് ഇൻറ്റു എഫ് ഓഫ് ഇസഡ്. എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് എന്താണ്? ഇ റേസ് ടു ഇസഡ് ഡിവൈഡഡ് ബൈ z മൈനസ് 1 ക്യൂബാണ്. സോ അത് രണ്ടും കട്ടായി പോകും. ഇ റേസ് ടു ഇസഡിനെ 2 തവണ ഡിഫറൻഷ്യേറ്റ് ചെയ്താലും എന്ത് തന്നെയായിരിക്കും കിട്ടുന്നത്? ഇ റേസ് ടു ഇസഡ് തന്നെയായിരിക്കും കിട്ടുന്നത്. ദാറ്റ് ഈസ് 1/2 ഫാക്ടോറിയൽ ഇൻറ്റു എന്തെന്ന് വരും? ലിമിറ്റ് z ടെൻഡിങ് ടു 1 ഇ റേസ് ടു ഇസഡ് എന്ന് വരും. അതെന്ന് പറയുന്നത് എത്രയാണ്? ഇ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ ആണ്. സോ ഏതായിരിക്കും കറക്റ്റായിട്ട് വരുന്നത്? ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റായിട്ട് കിട്ടുന്നത്. ഓക്കെ, next one, the residue of the function f of z equal to 1 divided by z minus 1 square into z minus 3 at z equal to 1 ആണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെയും എന്താണ്? z equal to 1 എന്ന് പറയുന്നത് എന്താണ്? പോൾ ഓഫ് ഓർഡർ 2 ആണ് അല്ലേ? പോൾ ഓഫ് ഓർഡർ 2 ആണ് നമുക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് റെസിഡ്യൂ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? റെസിഡ്യൂ ഓഫ് എഫ് അറ്റ് 1 എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ഡിവൈഡഡ് ബൈ 2 മൈനസ് 1 ഫാക്ടോറിയൽ. ദാറ്റ് ഈസ് 1/1 ഫാക്ടോറിയൽ ഇൻറ്റു എന്തെന്ന് വരും? ലിമിറ്റ് z ടെൻഡിങ് ടു 1 അല്ലെ? ലിമിറ്റ് z ടെൻഡിങ് ടു 1 d ബൈ dz ഓഫ് എന്ത് വരും? z മൈനസ് 1 സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് ഇസഡ്. എഫ് ഓഫ് ഇസഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ഡിവൈഡഡ് ബൈ z മൈനസ് 1 സ്ക്വയർ ഇൻറ്റു z മൈനസ് 3 ആണ്. സോ ഇത് രണ്ടും കട്ടായി പോകും. ബാലൻസ് എന്ത് വരും? 1/z മൈനസ് 3യുടെ ഡെറിവേറ്റീവ്. 1/z മൈനസ് 3യുടെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എന്താണ്? d ബൈ dz ഓഫ് 1/z മൈനസ് 3 എത്രയാണ്? മൈനസ് 1 ഡിവൈഡഡ് ബൈ z മൈനസ് 3 സ്ക്വയർ ആണ്. സോ നമുക്ക് എന്തെന്ന് വരും? 1/1 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് 1 ആണ്. സോ ലിമിറ്റ് z ടെൻഡിങ് ടു 1 മൈനസ് 1 ഡിവൈഡഡ് ബൈ z മൈനസ് 3 സ്ക്വയർ എന്ന് വരും. ഇസഡിന് 1 കൊടുക്കുമ്പോൾ നമുക്ക് എത്ര എന്ന് കിട്ടും? മൈനസ് 1/4 എന്ന് കിട്ടും. സോ കറക്റ്റ് ഓപ്ഷൻ ഏതാണ് വരുന്നത്? ഓപ്ഷൻ ബി ആയിരിക്കും നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കോംപ്ലക്സിനകത്ത് ഇത്രയും ടോപ്പിക്കേ നമുക്ക് പഠിക്കാനുള്ളൂ. അപ്പോൾ ഏകദേശം ഇത്രയും ടോപ്പിക്സിൽ നിന്നായിരിക്കും വരാൻ സാധ്യത കൂടുതൽ. ഇതല്ലാണ്ട് നമുക്ക് കുറച്ച് പോർഷൻസും കൂടി ഉണ്ട്. പക്ഷേ ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് എടുത്തിരിക്കുന്നത്. ഇതല്ലാണ്ട് നമുക്ക് റേഡിയസ് ഓഫ് കൺവെർജൻസ് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ വരാൻ സാധ്യത കൂടുതലുള്ള പോർഷൻസിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് ഇത് വളരെ സിമ്പിളായിട്ടാണ് എല്ലാവർക്കും മനസ്സിലാവുന്ന തോന്നുന്നു. ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടുതൽ പ്രോബ്ലംസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, ഇതിനകത്ത് കമൻറ്റ് ഇട്ടാൽ മതി. നമുക്ക് കൂടുതൽ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്തിടാം. ഓക്കെ, thank you.